ഒക്ടോബർ മാസം പരിശുദ്ധ കന്യാമറിയത്തെ സഭ അതിവിശേഷമായി ഓർക്കുന്ന മാസമാണ്. കേരള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജപമാല മാസം എന്നുകൂടി ഈ മാസത്തെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഈ മാസത്തിൽ ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യമാണ്. അവിടെ നമ്മൾ വളരെ കൃത്യമായും വ്യക്തമായും മാലാഖയുടെ സന്ദേശമാണ് കേൾക്കുന്നത്. മാലാഖ മറിയത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഒപ്പം മാലാഖ കൂട്ടിച്ചേർത്തു, കർത്താവ് നിന്നോടുകൂടെ. വളരെയേറെ അർത്ഥതലങ്ങളുള്ള ഒരു സന്ദേശവും അഭിസംബോധനയുമാണ് മാലാഖയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ മറിയം കൃപകളുടെ നിറവാണ് എന്ന് സ്വർഗം അംഗീകരിക്കുന്ന അഭിസംബോധനയാണത്. ഒപ്പം ആരിലൊക്കെ കൃപ നിറയുന്നുവോ അവരിലൊക്കെ യേശു സാന്നിധ്യം നിറഞ്ഞു വരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മറിയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഫിയാത്ത് പ്ലസ് മാഗ്നിഫിക്കാത്ത്, ദാറ്റ് ഈസ് മറിയം. ഫിയാത്ത് പ്ലസ് മാഗ്നിഫിക്കാത്ത്, അതാണ് മറിയം. എന്താണ് ഫിയാത്ത്? ഫിയാത്ത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ആത്മസമർപ്പണത്തിൻ്റെ ഒരു ഭാവമാണ്. മറിയം ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഫിയാത്ത് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. മറിയത്തിൻ്റെ ഈ ആത്മസമർപ്പണം വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വിശ്വാസത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം ആത്മസമർപ്പണമാണ് എന്നാണ്. വിശ്വാസം ആത്മസമർപ്പണമാണെങ്കിൽ അതിലേറ്റവും ഉദാത്തമായി ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ മാതാവായി മാറുന്നത്. രണ്ടാമത്തേത് മാഗ്നിഫിക്കാത്താണ്. എന്താണ് മാഗ്നിഫിക്കാത്തത്? നമുക്കറിയാം. ദൈവകൃപകൾ കൊണ്ട് നിറയുവാനായി ഒരു ശൂന്യതയായി മാറുകയാണ് മറിയം. നമ്മളും ആ മറിയത്തിൻ്റെ ആ ഭാവമാണ് സ്വന്തമാക്കേണ്ടത്. ദൈവകൃപകൾ കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ് നമ്മൾ മാലാഖയുടെ അഭിസംബോധന നമ്മിൽ അന്വർത്ഥമായിട്ട് വരിക. അതിന് നമ്മൾ എന്ത് വേണം? നാം നമ്മെ തന്നെ ശൂന്യതയാക്കി മാറ്റണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് പോൾ 6 മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ ലൂർദിൽ സന്ദർശനം നടത്തിയ അവസരത്തിൽ ജപമാല പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് മാർപ്പാപ്പ കൊടുത്ത സന്ദേശത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ടായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, പിതാവായ ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന രാജവീഥിയാണ് പരിശുദ്ധ മറിയം. പിതാവായ ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന രാജവീഥിയാണ് പരിശുദ്ധ മറിയം. ഒപ്പം മനുഷ്യർ ദൈവത്തിലേക്ക് കയറിപ്പോകാനുള്ള രാജവീതിയും മറിയം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ ഈ മധ്യസ്ഥ റോള് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ മാർപ്പാപ്പ 13 ലേയോ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു. അദ്ദേഹം പറഞ്ഞു, പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് പുത്രനിലൂടെ അല്ലാതെ ആർക്കും എത്തിച്ചേരാൻ പറ്റില്ല. ഒപ്പം പുത്രനിലെത്തണമെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ അല്ലാതെ ആർക്കും സാധ്യമല്ല. അതാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള ഓൾ ഫോർ ജീസസ് ത്രൂ മേരി എന്നുള്ള വാക്യം. ഓൾ ഫോർ ജീസസ് ത്രൂ മേരി എന്നുള്ളത് ഈ ഒക്ടോബർ മാസം പ്രാർത്ഥനയുടെ, ചൈതന്യത്തിൻ്റെ, മാതൃഭക്തിയുടെ ദിവസങ്ങളായി ഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി നേരുന്നു.